നമസ്കാരം. തിരുനക്കര എന്ന് പറയുന്നത് നമുക്കൊരു പ്രോഗ്രാം ചെയ്യുന്ന വന്നൊരു ഫീൽ ഒന്നുമില്ല. നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ കുടുംബത്തിലെ എല്ലാവരോടും കൂടി പാടും. ആ ഒരു സുഖമാണ്. കാര്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിഷമമൊക്കെ ഉണ്ടെങ്കിൽ വന്നിരിക്കാൻ പറ്റുന്നൊരു കഥയാണല്ലോ. നമ്മൾ എത്ര പ്രാവശ്യം അതോടൊപ്പം നന്ദഗോവിന്ദ ഭജൻസ് ഇവിടെ പകൽപൂരം തുടങ്ങിയ വർഷം, ആദ്യത്തെ വർഷം, അന്നും രണ്ട് മൂന്ന് വർഷം അടുപ്പിച്ച് ഞങ്ങൾ പകൽപൂരത്തിൻ്റെ സമയത്ത് ഞങ്ങൾ ചെയ്തതായിരുന്നു ഭജന. അതിനുശേഷം എനിക്കൊരു 10 വർഷത്തിന് മേളിലായിട്ട് അതിനുശേഷം ചെയ്യുന്നൊരു ഭജനയാണ് തിരുനക്കരയിൽ ഈ ഒരു വേദിയിൽ വെച്ചിട്ട്. അതിൻ്റെ ആ ഒരു മാറ്റം നമുക്ക് തന്നിരിക്കുന്ന ജനങ്ങളുടെ സ്നേഹവും എല്ലാവരുടെ സ്നേഹമൊക്കെ ആലോചിക്കുന്നതിന് വളരെ സന്തോഷമുണ്ട്. നിങ്ങളോട് എല്ലാവരോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു വിഷമം എന്ന് പറയുന്നത് നമ്മളുടെ നന്ദഗോവിന്ദ ഭജൻസ് തുടങ്ങിയ രാജേന്ദ്ര പണിക്കരായിട്ട് നമ്മളെല്ലാം ഇതിനിടയിൽ വിട്ടുപോയി. അപ്പം പണിക്കരായിട്ട് ഈ ഒരു അവസരത്തിലൂടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന സന്തോഷം അത് ഇതിലൊക്കെ ഞങ്ങൾക്കിപ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിലൊക്കെ ഉപരിയുള്ള വലിയൊരു സന്തോഷമായിരിക്കും. അദ്ദേഹത്തിന്റെ ഫാമിലിയോടെ വന്നിട്ടുണ്ട്. ശ്യാമള ചേച്ചിയും മോളും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം അദ്ദേഹത്തിനെയും ഞങ്ങളുടെ ഈ നിമിഷത്തോടെ ഓർക്കുന്നു. പിന്നെ ആദ്യം പറഞ്ഞ പോലെ ഫുൾ ടീം നന്ദഗോവിന്ദ ഭജൻസിന്റെ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രവീൺ ഇന്നലെ കാനഡയിൽ നിന്നെത്തി. അപ്പോൾ ബാക്ക് ടു ബാക്ക് കുറച്ച് പ്രോഗ്രാംസ് കാരണം എല്ലാവരുടെയും സൗണ്ടൊക്കെ പോയി. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അപ്പം തന്നെ പ്രവീൺ വിളിച്ചു. നെക്സ്റ്റ് ഫ്ലൈറ്റ് എടുത്ത് കാനഡയിൽ വന്നു. അപ്പം തിരുനക്കരയപ്പൻ്റെ മുന്നിൽ പ്രവീൺ എത്തണം എന്നുള്ള ഒരു നിയോഗം ഉണ്ടായി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി വാക്കുകളൊന്നും പറയാനില്ല. കൂടുതൽ നിങ്ങൾ എല്ലാവരും വന്നിരിക്കുന്ന പാട്ട് കേൾക്കാനുള്ളൂ അല്ലേ. അപ്പം പാട്ടുകൾ ഒരുമിച്ച് പാടാം. വേറെ അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ.